കുറിച്ച് സംസാരിക്കുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാർലം പഞ്ചായത്ത് ബിന്ദു പ്രദീപിനെ ക്ഷണിക്കുന്നു. എൻ്റെ ഗ്രാമം പ്രവാസി കൂട്ടായ്മയുടെ ചാരിറ്റബിൾ സൊസൈറ്റി കൾച്ചറൽ സെൻറ്റർ ഉദ്ഘാടനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന അശോകൻ നെല്ലിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്ത വെള്ളാനിയുടെ അഭിമാനം രേഖ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത മനോജ്, എൻ്റെ സഹപ്രവർത്തകരായ അജയൻ, ജഗജി, ജ്യോതിപ്രകാശ്, അതുപോലെ തന്നെ ഈ സംഘടനയുടെ മറ്റ് എല്ലാ അംഗങ്ങളും, പ്രിയപ്പെട്ട വെള്ളാനിയുടെ എല്ലാവർക്കും നമസ്കാരം. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ നിങ്ങളുടെ വെള്ളാനി ദേശത്തിൻ്റെ എല്ലാ കഥകളെയും കുറിച്ച് ഇതിനു മുമ്പ് എനിക്ക് മുമ്പ് പ്രസംഗിച്ചവർ പറഞ്ഞത്. വെള്ളാനിയുടെ നന്മകളെക്കുറിച്ചും അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും, ഇതുപോലെ തന്നെ 2010 എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 13ൻ്റെ മെമ്പറായിരുന്ന ശ്രീ VS സുനീഷ് എപ്പോഴും പറയുമായിരുന്നു, ഞങ്ങൾ വെള്ളാനിക്കാരുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനങ്ങളുടെ നന്മകളെക്കുറിച്ചും എന്നും വാത്തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഈ കൂട്ടത്തിൽ തന്നെ ഉള്ളതായ പ്രവാസി ആളും ഗൾഫിലാണ്. ഞങ്ങളും ഇപ്പോഴും ആ ഒരു കൂട്ടായ്മ, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഇപ്പോഴും ഉണ്ട്. അതിലെപ്പോഴും പറയും ഞങ്ങളുടെ വെള്ളാനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. ഈ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ഈ കൾച്ചറൽ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വളരെയധികം കേട്ടത് വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ വേദിയിൽ ഞാനും നിൽക്കുന്നത്. 2018 ഒരു വെള്ളപ്പൊക്കം, അത് നമ്മളുടെ മറക്കാനാവാത്ത ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മളുടെ പരസ്പരമുള്ള ഒരു നന്മയുടെ നേതൃത്വത്തിൽ നമ്മളെക്കാൾ അല്ലെങ്കിൽ താഴ്ന്നതിലോ അല്ലെങ്കിൽ ഉയർന്നതിലോ എന്നുള്ള ഒരു വേർതിരിവ് കൂടാതെ തന്നെ എല്ലാവർക്കും സഹപ്രവർത്തകരെ പോലെ തുണയായി നിൽക്കാനുള്ള ഒരു മനസ്സ് എല്ലാവരിലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇനിയും തുടർന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായി തീരുമാനിച്ചുകൊണ്ട് ഇത്തരം ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുകയും അതിനായി സ്ഥലം കണ്ടെത്തുകയും ഈ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തപ്പോൾ തന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ ഒരു കൂട്ടായ്മ എന്നും എപ്പോഴും എല്ലാ കാലത്തും ഇതേപോലെ തന്നെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാകുമെന്ന്. അതുപോലെ തന്നെ ഇനിയുള്ള പ്രവർത്തനങ്ങളിലും ആരോഗ്യ മേഖലകളിലായാലും വിദ്യാഭ്യാസ മേഖലകളിലായാലും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതികളിൽ തന്നെ അത് നടത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഈ സംഘാടക സമിതിയുടെ സംസാരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളാനിയുടെ പ്രദേശങ്ങളിൽ മാത്രമല്ല, നമ്മുടെ കാർലം പഞ്ചായത്തിൻ്റെ ഏത് പ്രദേശങ്ങളെടുത്താലും ക്യാൻസർ പേഷ്യൻറ്റുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ 13, 14, 15 വാർഡുകളിലായാലും ശരി, നമ്മൾ കണക്കെടുക്കുമ്പോൾ മറ്റുള്ള പ്രദേശങ്ങളെ വെച്ച് നോക്കുമ്പോൾ തന്നെ ഇത്തിരി കൂടുതൽ അംഗങ്ങൾ തന്നെയാണ് കാണുന്നത്. നമ്മളുടെ വളർന്ന് വരുന്ന ഒരു ജീവിത സാഹചര്യങ്ങളും അത്തരമൊരു ജീവിത ശൈലിയുടെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ആഹാര രീതികളും ഒക്കെ മാറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യങ്ങൾ കൂടി ഇത്തരം ഈ രോഗ അവസ്ഥയിൽ നമ്മൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇത്തരം ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾക്കറിയാം, വിദ്യാഭ്യാസ മേഖലകളിൽ ഇപ്പോൾ ട്യൂഷൻ പോകുന്നവർക്ക് ഫ്രീ ആയി ട്യൂഷൻ എടുത്തു കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. ട്യൂഷൻ്റെ സാഹചര്യങ്ങൾ ചിലവർക്ക് താങ്ങാൻ പറ്റാത്ത ഫീസുകൾ വാങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ അത്. അത്തരൊരു സാഹചര്യത്തിൽ അതുപോലെ തന്നെ PSCയുടെ കോച്ചിങ് ക്ലാസ്സുകളായാലും പിന്നെ അതിനേക്കാൾ ഉപരി ഒരു നല്ല ലൈബ്രറി ഇതിനോടനുബന്ധിച്ച് തുടങ്ങുന്നു എന്നറിയുന്നതിലും സന്തോഷമാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വായന എന്ന് പറയുന്നത് അന്യം നിന്നു പോയ ഒരു രൂപമായിട്ടാണ് നമ്മളിൽ പലരും കാണുന്നത്. നമ്മളുടെ കുട്ടികൾ പലരും വായനാശീലങ്ങളിൽ നിന്നും പുറകോട്ട് തന്നെയാണ്. ഇത്തരമൊരു സംഘടന, ഒരു ലൈബ്രറി സംഘടിപ്പിക്കുകയാണെങ്കിൽ
ഇതിൽ വന്നിരിക്കുന്നവർ അല്ലെങ്കിൽ പരസ്പരം പറയുന്നവർക്ക് കൂടി ഒരു വായനാശീലം ഉടലെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയി നാടിനും ഈ വെള്ളാനിക്ക് മാത്രമല്ല നമ്മളുടെ ഈ കാർളം ദേശത്തിന് മൊത്തം ഒരു ഉപകാരപ്രദമാകട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത്. ഇതിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവാസികൾക്കും എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.